വിവാഹം എന്ന കൂദാശയിലൂടെ പുരുഷനെയും സ്ത്രീയെയും ദൈവം അനുഗ്രഹിക്കുന്നു. അവർ ശാരീരികവും മാനസികവും ആത്മീയവുമായി ഒന്നിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിനുമായി അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ സന്താന പരമ്പരയെ വിശ്വാസ ജീവിതത്തിൽ വളർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സ്വർഗരാജ്യത്തിന് അവരെ അവകാശികളാക്കുവാനുമായുള്ള വലിയ ദൗത്യം കൂടി നൽകുന്നു. ഓരോ ദമ്പതികളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഭംഗിയായി നിറവേറുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. അങ്ങനെ പിതൃത്വവും മാതൃത്വവും ദൈവം മനുഷ്യന് പകരുകയാണ്. ഇതെല്ലാം അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പഠിച്ചു, സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു, പിതാവും മാതാവുമായിട്ട് സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ പറയുകയാണ്, He blessed them and he said, be fruitful and multiply and subdue the world. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇവിടെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന വാക്കിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. ഇങ്ങനെ അനുഗ്രഹിച്ചു, ഹി ബ്ലെസ്ഡ് ദം. അതാണ് ഇന്നത്തെ വിവാഹം എന്ന കൂദാശ. വിവാഹം എന്ന കൂദാശയിൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി അനുഗ്രഹിക്കുന്നു? അവർ ഒരുമിച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു ശരീരമായി ജീവിക്കുന്നതിനും ഒരു മനസ്സായി ഒരു ഹൃദയമായി ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതിൽ തീരുന്നില്ല. അതിനെ തുടർന്ന് അവരെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നു. എൻ്റെ മകൾ, അല്ലെങ്കിൽ എനിക്ക് ഒരു എന്തെന്നാ പറയുക, പേരക്കിടാവ്, ഗ്രാൻഡ് ചൈൽഡ് ഉണ്ടായപ്പോൾ ഞാനാണ് അതിനെ ഏറ്റുവാങ്ങിയത്. ഇങ്ങനെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതെന്താ, ദൈവമേ, 10 മാസം കൊണ്ട് എന്തൊരു അത്ഭുതമാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലേ നമുക്ക് ആ ഒരു കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് തോന്നണത് എന്താ, എന്തോ ഒരു അത്ഭുതം. ആ കണ്ണുകൾ, ആ മുഖം, ഇതെല്ലാം എങ്ങനെ ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കർത്താവ് ഉണ്ടാക്കി. അത്ഭുതം. അങ്ങനെ ഈ ചാക്രിക ലേഖനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരാംശം ഞാൻ ഇതിനകത്ത് കലർത്തുകയാണ് കേട്ടോ. ദൈവം മനുഷ്യനെ ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം നൽകി. മാത്രമല്ല, ഇത്രയും വലിയ ഒരു പരിഗണന നൽകി. എന്തിനുള്ള പരിഗണന നൽകി? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനും അവർക്ക് ഗർഭത്തിൽ രൂപം കൊടുക്കാനും അവർക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുത്ത് വളർത്തിയെടുക്കാനും അവരെ ദൈവത്തിൻ്റെ പരിപാലനയിലൂടെ നയിച്ച് ദൈവത്തിൻ്റെ അടുത്ത് മോക്ഷത്തിൽ എത്തിച്ചേർക്കാനും ഉള്ള ദൗത്യവും ഉത്തരവാദിത്വവും നമുക്ക് നൽകിയിരിക്കുന്നു. എന്തുദ്ദേശിച്ചും കൊണ്ടാണ് നൽകിയത് ഈ പൊട്ടന്മാരുടെ അടുത്ത്, അല്ലേ? നമ്മളെ കൊണ്ട് ഇതൊക്കെ വല്ലതും പറ്റുമോ? എവിടെ കൊണ്ടുപോയി എത്തിക്കണവരെ? എവിടെ കൊണ്ടുപോയി മടക്കി എത്തിക്കണം? സ്വർഗത്തിലെത്തിക്കണം. തരണത് ഭൂമിയില, എത്തിക്കേണ്ടത് സ്വർഗത്തിലാണ്. ഇതാണ് നമ്മുടെ ദൗത്യം. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടാ? കല്യാണം അപ്പം പറഞ്ഞു, ഇതാ നിൻ്റെ പെണ്ണ്, ശരി എന്നാൽ കെട്ടിയാക്കാം, സമ്മതിച്ചു. പള്ളിയിൽ വന്ന്, നീ നാളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? സമ്മതമാണ്. കല്യാണം തയ്യാറാണോ? സമ്മതമാണ്. സമ്മതിച്ച് കല്യാണം കഴിച്ച് എന്തറിഞ്ഞിട്ടാണാവോ പിറ്റേ ദിവസം മുതൽ
നീ ഇങ്ങനെയായിരുന്നോ? ഞാൻ ഇങ്ങനെയെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇന്നും ഈ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വളരെയധികം പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ലോകത്തിൽ. മറ്റ് പണ്ട് കാലത്തെല്ലാം കൂട്ടുകുടുംബങ്ങളായിരുന്നു. അവിടെ 2-3 തലമുറ ഒരു ഫോർമേഷൻ ഹൗസ് മാതിരിയാണ്, ഒരു സെമിനാരി മാതിരിയാണ്, അല്ലെങ്കിൽ ഒരു മഠം മാതിരിയാണ്. മുത്തപ്പ, അപ്പന, മാമ, പിന്നെ അടുത്ത പാപ്പന, മാമ, അപ്പന, അമ്മ, പിന്നെ കൊച്ചുങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നിവിടെ വല്ലതും പഠിക്കാനുണ്ടോ? അപ്പൻ, അമ്മ, മക്കൾ. എന്താ പഠിക്കാനില്ല? ഒന്നും പഠിക്കാനില്ല. 10ാം ക്ലാസ് ആയപ്പോഴേക്കും കൊച്ചിനെ ഹോസ്റ്റലിൽ നിർത്തി. 6ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ രാജ്യം വിട്ടുപോയി. ഫോറിനിൽ പഠിക്കാൻ പോയി, അവിടെ പഠിക്കാൻ പോയി, ഇവിടെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് കുടുംബജീവിതം തുടങ്ങുക. ഇതെങ്ങനെ ഇതൊക്കെ ചെയ്യുക? നമ്മൾ എവിടെയോ എല്ലാം കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ 20 വർഷം പഠിക്കുന്നുണ്ട് നമ്മൾ. ഏതെങ്കിലും ഒരു ക്ലാസ് കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കാനുണ്ടോ ഈ കരിക്കുലത്തിൽ? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയാണ്. മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് ഗോൾഡ് മെഡലിസ്റ്റ് വന്ന ഒരു സഹോദരി കുടുംബജീവിതത്തിൽ മാനേജ്മെൻറ്റിൽ ഭയങ്കര ഫെയിലിയറായിട്ട് അവളുടെ ഭർത്താവിൽ നിന്ന് അകന്ന്, കൊച്ചിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് താമസിക്കുക. ബട്ട് ഷീ ഈസ് എ ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്. XLRI ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതുപോലെ ഉന്നത ബിരുദം നേടി വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, എഡ്യൂക്കേഷണൽ സിസ്റ്റം. എല്ലാവരും ബുദ്ധിജീവികളാണ്. പക്ഷേ കുടുംബത്തിൻ്റെ മാനേജ്മെൻറ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് മാതിരിയോ ബുദ്ധിജീവികളുടെ മാനേജ്മെൻറ്റോ മാതിരി അല്ല. ഹൃദയവും തമ്മിലുള്ള ഐക്യമാണ്, സ്നേഹമാണ് ഇവിടുത്തെ ഒരേ ഒരു നിയമം. സർവ്വതും ഈ സ്നേഹത്തിലൂടെ നയിക്കപ്പെടണം എന്നതാണ്. പുരുഷൻ ഉത്തരവാദിത്വം ആണ്, ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ജോൺ പോൾ രണ്ടാമൻ്റെ വലിയ ഒരു പുസ്തകമാണ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സ്നേഹിക്കുക എന്നത് ഉത്തരവാദിത്വമാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ നിയമത്തിലൂടെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഇനിമേൽ 2 അല്ല. ഇതൊരു പുതിയ മാത്തമാറ്റിക്സാണ്. സാധാരണ മാത്തമാറ്റിക്സിൽ എന്താ? 1 + 1 = 2. ഇവിടെ പറയാണ് 1 + 1 = 1. എ ബിഗ് വൺ. ഇമ്മിണി വലിയൊരൊന്ന്. അതാണ്, നിങ്ങൾ 2 അല്ല, 1. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടാകേണ്ടത്? 1-2 ഉദാഹരണങ്ങളിലൂടെ ഞാനത് വ്യക്തമാക്കാം. ഒരു ചോദ്യം ചോദിക്കാം ആദ്യം. നമ്മളെല്ലാവരും പരിപൂർണരാണോ? എല്ലാവരും ഉത്തരം പറഞ്ഞ്, ആർ യു പെർഫെക്റ്റ്? എല്ലാവരും പറയണില്ലോ. എല്ലാവരും ഉത്തരം പറയണം. ഇതെല്ലാവർക്കും പറയാവുന്ന ഉത്തരം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആർ യു പെർഫെക്റ്റ്? നിങ്ങൾ പരിപൂർണരാണോ? ഉച്ചത്തിൽ. ഓക്കെ, താങ്ക് യു. അടുത്ത ഉത്തരം, ഇതിപ്പോൾ കന്യാസ്ത്രീമാരെ സംബന്ധിച്ച് ബാധകമല്ല. നിങ്ങളുടെ ജീവിത പങ്കാളി പരിപൂർണയാകണോ? വേണോ വേണ്ടെന്നാ ചോദിക്കണേ. നിങ്ങൾക്ക് എങ്ങനെയുള്ള ജീവിത പങ്കാളിയെ വേണം? നിങ്ങളുടെ ജീവിത പങ്കാളി, ഡു യു വാണ്ട് എ പെർഫെക്റ്റ് പാർട്ട്ണർ? നിങ്ങൾക്ക് പരിപൂർണയായ ഒരു ജീവിത പങ്കാളിയെ വേണോ? എന്താ ഉത്തരം? വേണം. കണ്ടോ, ഇതാ ഈ പ്രശ്നം. സർവ പ്രശ്നത്തിൻ്റെയും തുടക്കം ഇവിടെയാണ്. നമ്മൾക്കെല്ലാവർക്കും വേണ്ടത് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറാണ്. വളരെ നല്ല ഒരു പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ചെറുക്കൻ. ഒരിക്കലൊരു സഹോദരി വന്ന് ഇങ്ങനെ ഭർത്താവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ, അതേ എന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചത് വല്ല
അപ്പം അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് പാതിരി പിയോനെ കിട്ടുമെന്നാണ് വിചാരിച്ചേ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കിട്ടുള്ളൂ, വേണമെങ്കിൽ മതി. എന്താ അങ്ങനെ പറയണത്? പിന്നെ നിങ്ങളൊരു ഇപ്പോൾ ഒരു വിഭാഗം കരിസ്മാറ്റിക്കുകാരായ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവർ കരിസ്മാറ്റിക്കൊക്കെ ആയിക്കഴിഞ്ഞ് കുറച്ച് വിശുദ്ധീകരണമൊക്കെ നടന്നു കഴിഞ്ഞ് കുറേ പുണ്യവാളന്മാരുടെ പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ വിചാരിക്കുക, അയ്യോ എൻ്റെ ഭർത്താവ് ഈ ഫ്രാൻസിസ് അസീസിൻ്റെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ എൻ്റെ ഭർത്താവിന് ഈ ഫ്രാൻസിസ് അസീസിൻ്റെ മാതിരിയോ. പക്ഷേ ഈ പുണ്യവാളന്മാരാരും പെണ്ണ് കെട്ടിയുമില്ല. എന്തൊരു കഷ്ടം. നമ്മളെ ഭർത്താക്കന്മാരും ഭാര്യമാരും ആരും പുണ്യാളനും പുണ്യാളത്തിയും അല്ല. അങ്ങനെ ഈ പുണ്യാളന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ച് വെറുതെ വായിച്ചോട്ടോ, പക്ഷേ ഇങ്ങനൊരു പെശകുണ്ടാക്കണ്ട. കൊച്ചു ത്രേസ്യനെ വായിച്ചു കഴിയുമ്പോൾ ഇതുപോലെ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ, അമ്മ ത്രേസ്യയുടെ ഭാര്യയായിരുന്നു ഈ കുറച്ച് കുട്ടിയല്ല. ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നം ഉണ്ടായിട്ടൊന്നൊരു കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? അക്സെപ്റ്റ് ദ അൺഅക്സെപ്റ്റബിൾ. നമ്മുടെ ജീവിത പങ്കാളിയെ അവരുടെ കുറവുകളോടുകൂടി സമ്മതിച്ചിരിക്കുന്നു നമ്മൾ. അതാണ് മനസ്സ് മൂളതിൻ്റെ അർത്ഥം. പുണ്യാളത്തിനെ ആണെങ്കിൽ മനസ്സ് മൂളുടെ വല്ല ആവശ്യമുണ്ടോ? പുണ്യാളിനെ ആണെങ്കിൽ മനസ്സ് മൂളുടെ വല്ല ആവശ്യമുണ്ടോ? അവരൊക്കെ പെർഫെക്റ്റ് അല്ലേ? ആ പെർഫെക്റ്റ് ആയിട്ടൊരാളെ കെട്ടുന്ന കാര്യത്തിന് മനസ്സ് മൂളിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് മനസ്സ് മൂളിയത് കല്യാണത്തിന്? ഇന്ന ആളെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ ആളിലുള്ള എല്ലാ കുറവുകളോടും കൂടി ഞാൻ സ്വീകരിച്ചോളാം എന്നാ മൂളിയതിൻ്റെ അർത്ഥം. അപ്പോൾ കല്യാണം നടന്നത് എപ്പോഴാ? മനസ്സ് മൂളണതാണ് കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. അച്ഛൻ ചോദിച്ചു, ഇന്നിന്ന വീട്ടിൽ ഇന്നാളുടെ മകനെ നീ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ? ഒറ്റ വാക്കുള്ളൂ, യെസ് ഓർ നോ. നോ പറയുകയാണെങ്കിലോ കല്യാണം നടക്കുമോ? കല്യാണം നടക്കില്ല, കല്യാണം പിരിച്ചു. അപ്പോൾ യെസ്, മനസ്സ് മൂളി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ ജീവിതകാലം മുഴുവനിലേക്കും ഒരു ഉടമ്പടി ബന്ധമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് അപ്പോൾ വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു കരാറല്ല അത്. വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും സമയം ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് പറയുകയായിരുന്നു. എന്താ ഉടമ്പടി എന്ന് പറഞ്ഞ അർത്ഥം? ഉടമ്പടിയും കരാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? കരാർ എന്താ? ഈ ബിൽഡിംഗ് ഞാൻ പണിയണു, നിങ്ങൾ ഇത്ര കാശ് തരണു. അതെ, കഴിയുമ്പോൾ പൈസ തന്നേക്കാം, ബിൽഡിംഗ് എനിക്ക്. കൈമാറ്റമാണ്. എന്തിൻ്റെ കൈമാറ്റം? വസ്തുക്കളുടെ കൈമാറ്റം, അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെ കൈമാറ്റം, അല്ലെങ്കിൽ നിശ്ചിത കാലത്തേക്കുള്ള കൈമാറ്റം. അതാണ് കരാർ. ഇപ്പോൾ പല രാജ്യങ്ങളിലും ആണുങ്ങളും പെണ്ണുങ്ങളും കരാറിൽ ജീവിക്കുന്നുണ്ട്. ഇത്ര കാലത്തേക്ക് നമുക്ക് ജീവിക്കാം, നമുക്ക് എപ്പോൾ പിരിയണമെന്ന് തോന്നുമ്പോൾ നമ്മൾ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ പിരിയാം. പക്ഷേ ക്രിസ്തീയ വിവാഹം, ക്രിസ്ത്യൻ മാരേജ് ഈസ് എ കവനന്റ് റിലേഷൻഷിപ്പ് ഇൻ ഗോഡ്. ക്രിസ്തീയ വിവാഹം പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ദൈവത്തിലൂടെയുള്ള ഒരു ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ ഞാൻ ജീവിതകാലം മുഴുവനിലേക്കും എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ജീവൻ അവൾക്ക് നൽകി. അവളോ അവളുടെ ജീവൻ എനിക്ക് നൽകി. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ലൈഫ്. വിവാഹത്തിൽ നടക്കുന്നത്, വിവാഹ ഉടമ്പടിയിൽ നടക്കുന്നത് എൻ എക്സ്ചേഞ്ച് ഓഫ് ലൈഫ്. എൻ എക്സ്ചേഞ്ച് ഓഫ് ലൈഫ്. എൻ്റെ ജീവൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്നു, അവൾ അവളുടെ ജീവൻ എനിക്ക് നൽകുന്നു. അങ്ങനെ ഇത് ശാരീരികമായ മാത്രമല്ല, അന്തരാത്മാവിലുള്ള ഒരു ബന്ധമാണ്. ഇറ്റ് ഈസ് എ യൂണിയൻ ഇൻ ദ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവും ഒന്നായി. സഭ പഠിപ്പിക്കുന്നത് ഇനി ഈ ബന്ധത്തെ അകറ്റാൻ സഭയ്ക്ക് പോലും മാർപ്പാപ്പയ്ക്ക് പോലും അധികാരമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്.
അതൊന്ന് വായിച്ചതായാലും 1640 തോന്നുന്നു, 1640 തോന്നുന്നു വായിച്ച്. മാർപ്പാപ്പയ്ക്കോ സഭയ്ക്കോ പോലും ഇതിൽ ഈ ബന്ധം മാറ്റാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയായ ഒരു വലിയ രഹസ്യമാണ് ഈ വിവാഹ ഉടമ്പടി. ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദിസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും വിവാഹത്തെ പൂർണ്ണമാക്കുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിൻ്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. അവസാന ഭാഗം കേട്ടോ, സഭയ്ക്കും ഇതിൻ്റെ മീതെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ ദാമ്പത്യ ജീവിതത്തിന്, ഈ വിവാഹ ഉടമ്പടിക്ക് ദൈവം അത്രയ്ക്ക് മഹോന്നതമായ ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്രയ്ക്ക് മഹോന്നതമായ ഒരു സ്ഥാനം. ഇത് നമ്മൾ കല്യാണം കഴിക്കുന്ന നേരത്ത് നമ്മളിത് വല്ലതും അറിഞ്ഞിട്ടാണോ കല്യാണം കഴിക്കണത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇത് വലിയ ഉന്നതമായ ഒരു വിളിയാണ്, ഒരു ദൗത്യമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, അവർ പരസ്പരം വിവാഹിതരാകുകയും പരിപൂർണതയിൽ സംയോഗിക്കപ്പെടുകയും. എങ്ങനെയാണ് വിവാഹത്തിൻ്റെ കൺസ്യൂമേഷൻ എന്ന് പറയും? സംയോഗം. വിവാഹം പള്ളിയിൽ നടന്നാലും വിവാഹം പൂർത്തിയായിട്ടില്ല പള്ളിയിൽ. എപ്പോഴാണത് പൂർത്തിയാകുന്നത്? എപ്പോഴാണ് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് പുരുഷനും സ്ത്രീയും പ്രവേശിക്കുന്നത്? ആ ആദ്യ രാത്രിയിൽ. അത് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തു എപ്രകാരം ഇതെൻ്റെ ശരീരമാണ്, നീ ഇത് വാങ്ങുക എന്ന് ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തൻ്റെ ശരീരം അർപ്പിച്ചതുപോലെ പുരുഷനും സ്ത്രീയും പരസ്പരം അർപ്പിക്കുന്നു എന്നാണ്. എന്താണ് ഈശോ അർപ്പിച്ചത്? ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് വാങ്ങുക എന്ന പോലെ ആദ്യ രാത്രിയിൽ, വിവാഹരാത്രിയിൽ വിവാഹത്തിൻ്റെ കൂദാശ പൂർണ്ണമായിട്ട് സംയോഗിക്കുന്നത്, കൺസ്യൂമേഷൻ നടക്കുന്നത്, പുരുഷൻ അവൻ്റെ ശരീരവും രക്തവും സ്ത്രീക്ക് കൊടുക്കുന്നു, സ്ത്രീ അവരുടെ ശരീരവും രക്തവും പുരുഷന് കൊടുക്കുന്നു. അതിനാണ് അവരുടെ ആ ഒന്നാകൽ. ഇതിന് ആധുനിക ഭാഷയിൽ സെക്സ് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അത് ദൈവത്തിലൂടെ നടക്കുമ്പോൾ അത് വലിയ ദൈവികമായ ഒരു സംയോഗമാണ്. ഇങ്ങനെയുള്ള ഈ സംയോഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദിമാതാപിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്നു. ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർ തമ്മിലും അകലാൻ തുടങ്ങി. അവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകാൻ തുടങ്ങി. ആദത്തിനോട് ചോദിച്ചു, നീ എന്തിനാ ഈ പഴം കഴിച്ചത്? അത് ഞാനാണ് ഉത്തരവാദി, നിങ്ങൾ തന്ന ആ പെണ്ണാണ് ഇതൊക്കെ ചെയ്തത്. കണ്ടോ, അവർ തമ്മിൽ ഫ്രിക്ഷനായി. ഇങ്ങനെ ആദിമാതാപിതാക്കന്മാരിലുണ്ടായ ആദ്യ പാപം മൂലമുണ്ടായ മുറിവുകൾ വിവാഹമെന്ന കൂദാശയിൽ സൗഖ്യമാക്കപ്പെടുന്നു. ആ സൗഖ്യത്തിൻ്റെ പ്രധാന വിഷയം ഭർത്താവ് ഭാര്യയെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുക, ഭാര്യ ഭർത്താവിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുക എന്നതാണ്. നമ്മൾ ആരും പരിപൂർണരല്ല. അങ്ങനെ സ്വീകരിക്കുന്നതിനാണ് ആദ്യത്തെ സൗഖ്യം. ആദ്യമായി ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകേണ്ട ഒരു സൗഖ്യം, ശുശ്രൂഷയിൽ ആദ്യ പഴക്കം ഇതാണ്. ഭാര്യയെയും ഭർത്താവിനെയും ദൈവം അൺകണ്ടീഷണലായിട്ട്, ഇതെന്ന് അൺകണ്ടീഷണൽ എന്ന് പറയണേ, വ്യവസ്ഥയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മുടെ പാപത്തോടുകൂടി പാപിയായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവം നമ്മളെ സ്വീകരിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ നയനങ്ങളിലൂടെ നമ്മുടെ ജീവിത പങ്കാളിയെ കാണണം. അങ്ങനെ കാണുമ്പോൾ
മാത്രമേ നമുക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ.